ഹലോ, അപ്പോൾ എല്ലാവർക്കും എൻ്റെ വ്ളോഗ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഞാൻ ബാബുജി ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മുട്ടിക്കുളങ്ങരയിലാണ് പഠിക്കുന്നത്, CBSEയിൽ. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു കുഞ്ഞു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യുക. ഇതാണ് എൻ്റെ യൂണിഫോം കേട്ടോ. നേരെ കാണാൻ പറ്റില്ല കാരണം ഇതുണ്ട്, കോട്ടും ടൈയും പാൻറ്റൊക്കെ ആയിട്ടുള്ള യൂണിഫോമാണ് എൻ്റെ. ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇതാണ് എൻ്റെ യൂണിഫോം കേട്ടോ. അപ്പോൾ നമുക്കൊരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്യാം. ഫോണ് ചാരി വെച്ചിട്ട് എടുത്തതാണ് നമ്മളിപ്പോൾ. ആദ്യം നമ്മൾ പൗഡർ ഇട്ടിട്ടോ. ഞാൻ ഇടുന്നത് ഹിമാലയ ബേബി പൗഡേഴ്സാണ്. എൻ്റെ അമ്മയിൽ അതേ മേടിക്കുള്ളൂ, വേറെ മേടിക്കില്ല. പൗഡർ പഞ്ചർ കൊണ്ട് പൗഡർ ഇടാം. ഇത്രയാണ് ഞാൻ പൗഡർ ഇടാനുള്ള. നമുക്ക് മായ്ച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പൗഡർ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്കൊരു ക്രീം എടുക്കണം. ഞാൻ എടുത്തിട്ട് വരാം. അതിവിടെ അല്ല കേട്ടോ, എൻ്റെ അപ്പുറത്തെ മുറിയിലാണ് ഞാൻ കിടക്കുന്ന മുറിയിൽ. ഇതിപ്പോൾ നമ്മുടെ ഫാമിലി ബെഡാണ്. ഫാമിലി ബെഡിൽ ഞാൻ കിടക്കാറില്ല കേട്ടോ, എനിക്ക് കിടക്കാൻ അധികം ഇഷ്ടമല്ല, അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ മുറിയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമ്മൾ ക്രീം എടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ക്രീം. നമ്മുടെ പോൺസിൻ്റെ മോയ്സ്ചറൈസിങ്ങും കോൾഡ് ക്രീമുമാണ് കേട്ടോ. നമുക്കത് തേച്ച് കൊടുക്കാം. മുന്നിൽ കണ്ണാടിയാണ്, അതാണ് അതിലോട്ട് തന്നെ നോക്കുന്നത്. കണ്ണിൻ്റെ മേലെ കാട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് തുടക്കാം. എനിക്ക് ക്രീംസ് അധികം ഞാനിങ്ങനെ ഇടാറില്ല. ഞാൻ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം വെറുതെ ഒന്ന് എടുക്കുന്നേ ഉള്ളൂ കേട്ടോ. ഈ ക്രീം ഇട്ട ഗോൾഡ് ഫേസ് പോലെയൊക്കെ ആവും കേട്ടോ മുഖമൊക്കെ. നമ്മൾ എല്ലാം ഇങ്ങനെ തടച്ച് മിക്സാക്കി എടുക്കുക, 2 പൗഡറും. ഓക്കെ, അപ്പം ഇനി നമുക്ക് ഐലൈനർ എഴുതാം. ഐലൈനർ എൻ്റെ കറക്റ്റ് ഇപ്പത്തുണ്ടാത്ത എനിക്ക് ഐലൈനർ എടുക്കാം. ഐലൈനർ അപ്പുറത്ത് മുറിയിലാണ്, കണ്ടില്ലാത്ത നമുക്കപ്പോൾ അപ്പുറത്ത് മുറി. അപ്പോൾ നമ്മൾ ഐലൈനർ എടുത്തിട്ടുണ്ട്, ഡാസ്ലറിൻ്റെ ആണ്. ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാട്ടിയിട്ട് എങ്ങനെ എഴുതുന്നതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അപ്പം നമുക്ക് ഫോണിൽ ചാരി വെക്കാം കേട്ടോ, എന്നിട്ട് എഴുതാം. അപ്പോൾ അത് കുഴപ്പമുണ്ടാവില്ല കുറച്ച്. ഓക്കെ, അപ്പം ഞാൻ ബെഡ് കയറി ഫോൺ ചാരി വെച്ച്. എനിക്കാണെങ്കിൽ കണ്ണാടി ഇല്ലാണ്ട് എഴുതാനും പറ്റത്തില്ല കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി എങ്ങനെയെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് തരാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ വരാം. കണ്ണ് എഴുതിയിട്ട് വേഗം വരാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് എഴുതിയിട്ടുണ്ട്. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. ലിപ്സ്റ്റിക്ക് വാട്ടർ ലിപ്സ്റ്റിക്ക് ഉണ്ട്, പക്ഷെ ഞാനത് ഇടാറില്ല. എൻ്റെ ഈ റോക്കറ്റ് ലിപ്സ്റ്റിക്കാണ് ഇടാറ്. അപ്പോൾ നമുക്ക് മൂടി തുറക്കാം. ഒരു കൈ കൊണ്ട് തട്ടാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ശരി വെക്കുന്നു ജസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് തുറന്നിട്ട് ഞാൻ ലൈറ്റായിട്ട് ഇടുള്ളൂ കേട്ടോ. ഇങ്ങനെ ഇതുണ്ട്, ഇതൊന്ന് ഇങ്ങനെ ഇത്തിരി കയ്യിലാക്കിയിട്ട് ഇങ്ങനെ ഇട്ടെടുക്കാം. കാരണം എന്താ ഇങ്ങനെ ആക്കാത്ത വെച്ചാൽ ലിപ്സ്റ്റിക്ക് പൊട്ടിയതും കൊണ്ടൊന്നും അല്ല കേട്ടോ. ലിപ്സ്റ്റിക്ക് പൊട്ടിയിട്ടില്ല, ലിപ്സ്റ്റിക്ക് ഇതുണ്ട പൊട്ടിയിട്ടൊന്നും ഇല്ല കേട്ടോ. അപ്പം ഞാൻ ഇത്ര ലിപ്സ്റ്റിക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ, അതുവരേക്കും.